ഗായ്സ്, രാവിലെ എണീറ്റ് കുളിച്ചപ്പോൾ വിളക്ക് വെക്കാമെന്ന് കരുതി അങ്ങനെ വിളക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ കുളിക്കാറില്ല, പക്ഷെ ഇന്ന് എനിക്ക് കുളിക്കാൻ തോന്നി, അങ്ങനെ കുളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് വിളക്ക് കത്തിക്കാമെന്ന്. തലേന്ന് രാത്രിയാണ് മേലെ ഇരിക്കുന്നത്, എന്നാലും രാവിലെ കുളിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കിടന്നത് കേട്ടോ. അങ്ങനെ വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിത് ചപ്പാത്തി ചുടുക കേട്ടോ. ഞാൻ രാവിലെ 5 മണിക്ക് എണീച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ കയറിയത്. ഒരു 6 മണിയായി തോന്നുന്നു. അതിന് ശേഷം ബാക്കി കറികളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ പാക്കറ്റ് ചപ്പാത്തിയാണ് വാങ്ങിയത്. ഇടയ്ക്ക് വാങ്ങലുണ്ട്, ഗോതമ്പൊടിയൊന്നും ഇല്ലായിരുന്നു നമുക്ക്. ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തിൻ്റെയും വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് ആയി, കറിയായി, ചോറ് ദാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പല്ലേക്കാം. അപ്പോഴേക്കും ഇതാ വാമി എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവളുടെ മുഖമൊക്കെ കഴുകി പല്ല് തേക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പല്ല് അവൾ തേക്കാൻ ആദ്യം അവൾ തേച്ച് നോക്കും, പിന്നെ അതിന് ശേഷം ഞാൻ തേച്ച് കൊടുക്കലാണ്, അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ശരിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ തേക്കുകയാണ് കേട്ടോ. ആദ്യം അവൾ തേക്കും, പിന്നെ ഞാൻ തേച്ച് കൊടുക്കലാണ്. ഓരോരോ കളികൾ പറഞ്ഞ് അങ്ങനെ തേച്ച് കൊടുക്കലാണ്. ശരിക്കും സമ്മതിച്ചൊന്നും തരില്ല കേട്ടോ. അങ്ങനെ വാമി ചായ കുടിക്കുകയാണ്. ഇടയ്ക്ക് ഫുള്ളും തിന്നും, ഇത്തിരിയേ ഇടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഫുള്ളും തിന്നും, പിന്നെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇടും കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ അലക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഏട്ടൻ വിളിക്കുന്നു, ഇതാ ഇവിടെ വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം നോക്കുമ്പോണ്ട് കസേരൻ്റെ കൈയിൻ്റെ കൂടെ ഇറങ്ങാൻ നോക്കുന്നു. അതിന് ശേഷം എന്താ ഞാൻ അലക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവളുടെ ചെരുപ്പ് എടുക്കാനായിട്ട് മുമ്പിലേക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അലക്കാനായിട്ട് ഇറങ്ങി. എന്നെ സഹായിക്കാൻ വന്നത് വാമിയാണ്. സഹായം എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ആൾക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഉദ്ദേശത്തിലാണ് വരുന്നത്. ഇത് അലക്കി കഴിയുമ്പോഴേക്കും ആൾ ഫുള്ള് നനഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയില്ല. ഇട്ട ഡ്രസ്സിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ടോ. ഇത് കഴിയുമ്പോഴേക്കും എന്തായാലും മാറ്റണം. കുട്ടികളായതുകൊണ്ട് തന്നെ കളിയിലൊക്കെ ആയിട്ട് ചളിയൊക്കെ ആയി എത്ര പ്രാവശ്യം ഒരു ദിവസം ഡ്രസ്സ് മാറ്റണമെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മാറ്റിക്കുക കേട്ടോ. ഏട്ടൻ കുളിക്കാനായിട്ട് പോയി, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വിടാനും പറ്റില്ല. അങ്ങനെ എന്നെ സഹായിച്ച് അവിടെ നിൽപ്പുണ്ട്. അതിന് ശേഷം ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെയൊക്കെ തുടച്ചതാണ്, പക്ഷേ കൊലായി അത് വിട്ടതല്ല. രാത്രിയായി തുടയ്ക്കുമ്പോൾ, അപ്പോൾ അവിടെ തുറന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം തുടയ്ക്കുകയാണ്. ഇന്നലെ അടിച്ചു വാരിയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പൊടിയുണ്ട്. 2 ദിവസം വീട്ടിലൊക്കെ ആയിരുന്നുകൊണ്ട് അവിടെ അടിക്കലും തുടയ്ക്കലൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല പൊടിയൊക്കെ ആയിരുന്നു. അതൊക്കെ തുടയ്ക്കലും അടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇതൊക്കെ ഇത് കഴിഞ്ഞത്. കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, ഇനിയുണ്ട്. ജനലിലൊക്കെ മാറാലൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ ചായ കുടിക്കാൻ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബായ്.